ഫോർ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചിരിക്കുകയാണ്. നമ്മെ വിളിച്ചിരിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മെ വിശുദ്ധീകരണത്തിനായിട്ട് വിളിച്ചിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഫോർ സാങ്ക്ടിഫിക്കേഷൻ ഓർ ഇറ്റ് ഈസ് ഫോർ ഹോളിനെസ് ദാറ്റ് ഗോഡ് ഹാസ് കോൾഡ് us. ദൈവം നമ്മളെ വിളിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? അല്ലേ? ദൈവം നമ്മളെ വിളിച്ചതിൻ്റെ ലക്ഷ്യം നമ്മൾ വെറുതെ അങ്ങ് വിളിക്കുകയല്ലായിരുന്നു. ദൈവം നമ്മളെ വിളിച്ചത് എന്ത് തരാമെന്ന് പറഞ്ഞാണ്. കർത്താവ് പറഞ്ഞത് നമ്മളെ വിശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞാണ്. നമ്മൾ നിനക്ക് കാറ് തരാമെന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചതെങ്കിൽ കാറ് കിട്ടിക്കഴിഞ്ഞാൽ നീ കാറ് ഓടിച്ചുകൊണ്ടങ്ങ് പോകത്തേ ഉള്ളൂ. നത്തിങ് എൽസ് ഈസ് ഹാപ്പനിങ്. അല്ലെങ്കിൽ ഈ ഇന്നത്തെ ക്രൂസൈഡ് പ്രസംഗങ്ങളിലൊക്കെ പ്രശ്നം ഇതാണ്. എന്തിനു വേണ്ടി ദൈവം വിളിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താ ഇല്ലാത്തത്? കാറില്ലയോ? അപ്പം നമ്മുടെ ചിന്ത എന്താണെന്നറിയാം, നമ്മുടെ ഏറ്റവും വലിയ കുറവെന്ന് പറയാം എന്താണെന്ന് പറയാം, ലാക്നെസ്. നമ്മുടെ ലാക്നെസ് എന്നാണ്? നമുക്കൊരു കാറില്ല, എനിക്ക് നല്ലൊരു ജോലിയില്ല, എനിക്കൊരു ഫ്ലാറ്റ് ഇല്ല, എനിക്ക് നാട്ടിലൊരു 10 സെൻറ്റ് വസ്തുവില്ല, എനിക്ക് നാട്ടിലൊരു വീടില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ദോഷം മുഴുവൻ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഇതൊക്കെ തരാമെന്നാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. പക്ഷെ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് പറയുന്നില്ല. അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യമുള്ളത് യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കരിഞ്ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കും. അപ്പോൾ കർത്താവ് പറയുന്നത് എന്നറിയാമോ? നീ എൻ്റെ അടുത്തോട്ട് വാ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കുക എന്നുള്ള ആർഗ്യൂ ചെയ്യാമെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ലെറ്റ് us റീസൺ ടുഗദർ. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്നാണ് പറയുന്നത്. നമുക്ക് ശരിക്കും അതിൻ്റെ അർത്ഥം അതാണ്. നമുക്ക് കാര്യങ്ങൾ, വി വിൽ സെറ്റിൽ മാറ്റേഴ്സ്. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. എന്താണ് നിന്റെ പ്രശ്നം? അപ്പോൾ എന്താ പ്രശ്നം? കർത്താവ് എനിക്കൊരു കാറില്ല എന്നുള്ളതാണ് പ്രശ്നം. അവൻ പറയുന്നതല്ല. ശരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മളുടെ പാപങ്ങൾ കടും ചുവപ്പാണെന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? വി നീഡ് ഹോളിനെസ്. വാട്ട് എൽസ് വി നീഡ്? നമുക്ക് പലപ്പോഴും അത് മനസ്സിലാകാതെ നമ്മളെന്തോ ദൈവസന്നിധി വന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇപ്പോൾ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെന്ന് ഒരു ക്രൂസൈഡുകാരൻ പറഞ്ഞാൽ ഉടനെ എന്തോ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. വി ഹാവ് അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതൊക്കെ കിട്ടിയാൽ നമ്മൾ we think that these are the things that lack in our life. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെയാണ് കുറവുള്ളതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് കിട്ടുമ്പോഴത്തേക്ക് നമുക്കൊരു വ്യാജ സംതൃപ്തി ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഇറ്റ് ഈസ് ഹോളിനെസ്, ബിക്കോസ് വി ആർ സിന്നേഴ്സ്. അതാണ് നമ്മളുടെ പ്രശ്നം, അല്ലേ? വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. എന്താണ് നിന്റെ പ്രശ്നം? മൈ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ആം അൺഹോളി. ദൈവത്തെ കാണുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ദൈവത്തെ കാണാത്തപ്പോൾ ഒരിക്കലും മനസ്സിലാകത്തില്ല. യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിൽ നമ്മളെന്താ കാണുന്നത്? വെൻ ഹി സോ ഗോഡ് ഹി ലുക്ക്ഡ് അറ്റ് ഹിംസെൽഫ് ആൻഡ് he was crying, I am a man with unclean lips. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ദൈവത്തെ കാണുമ്പോഴാണ് എന്താ നമ്മുടെ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അയലോക്കക്കാരനെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവനില്ലാത്തതൊന്നും എനിക്ക്, അവനുള്ളതൊന്നും എനിക്ക് ഇല്ല എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? അവനുള്ളതൊന്നും എനിക്കില്ല. ശരിയായിരിക്കും. പക്ഷെ ദൈവത്തിനുള്ളതാണ് നമുക്ക് വേണ്ടത്. ആൻഡ് വാട്ട് ഗോഡ് പ്രോമിസസ് us is holiness, because he is holy. ഇല്ലേ? അവൻ ശുദ്ധിയുള്ളവൻ, അവൻ വിശുദ്ധനായതുകൊണ്ട് അവൻ നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്താണ്? വിശുദ്ധിയാണ് ഓഫർ ചെയ്യുന്നത്. വിശുദ്ധി ഓഫർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. അതിനു വേണ്ടിയാണ്, വിശുദ്ധിക്ക് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ അശുദ്ധിയെ വിട്ടത്? എന്തിനു വേണ്ടി വിട്ടു? സോ വാട്ട് വി നീഡ് ആൻഡ് വാട്ട് വി ലാക്ക് ഇസ് എന്താണ്? ഹോളിനെസ്. ആൻഡ് വാട്ട് വി നീഡ് ഈസ് ഹോളിനെസ്. നോ ഡൗട്ട്. നമുക്കില്ലാത്തത് എന്താണോ അത് വിശുദ്ധിയാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? അത് വിശുദ്ധിയാണ്. അതിനെ നൽകാനായിട്ടാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധീകരണത്തിനായി ദൈവം നമ്മളെ വിളിച്ചു. എത്രത്തോളം വിശുദ്ധി? അവിടെ പിന്നെ നമ്മൾ കമ്പയർ ചെയ്യും. കുറച്ചൊക്കെ നന്നായിട്ടൊക്കെ ജീവിക്കണം എനിക്ക്. നമ്മുടെ മനസ്സിൽ ചില കമ്പാരിസൺസ് എപ്പോഴും വരും. പക്ഷെ എത്രത്തോളം വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അയൽവക്കക്കാരനുമായിട്ടൊന്നുമല്ല, പാസ്റ്ററുമായിട്ടുമല്ല. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ദൈവവുമായിട്ട് തന്നെയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ കാണുമ്പോൾ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ഇന്നതാകുമെന്ന് നമുക്ക് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ വെളിപ്പെടുമ്പോൾ, 3-ാം വാക്യത്തിൽ അവൻ പ്രത്യക്ഷനായ വാക്യത്തിൽ അവനോട് സദൃശന്മാരാകും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ നമ്മൾ യേശുവിനോട് സദൃശന്മാരാകണമെന്നാണ്. അത് കുറഞ്ഞതൊന്നുമല്ല. അത് കുറഞ്ഞ ഒരു വിശുദ്ധി കൊണ്ട് സംതൃപ്തിപ്പെടുവാനായിട്ട് നമുക്ക് അവകാശമില്ല. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മൾ
സദൃശന്മാരായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് അവൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രീഡെസ്റ്റിനേഷൻ തന്നെ എന്തിനു വേണ്ടിയാണ്? അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ്. നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്, അല്ലേ? നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അതിൽ കുറഞ്ഞ ഒരു കാര്യം, നമ്മളെ എന്തിനു വേണ്ടി അവൻ സൃഷ്ടിച്ചു, നമ്മളെ എന്തിനു വേണ്ടി ഭൂമിയിലാക്കി, നമ്മളെ എന്തിനു വേണ്ടി അവൻ വീണ്ടെടുത്തു, നമ്മളെ എന്തിനു വേണ്ടി അവൻ പരിശുദ്ധാത്മാവിനെ നൽകി, എന്തോ ചോദിച്ചാലും ഫൈനൽ ഉത്തരം എന്നാണെന്നറിയാമോ? അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാണ്. കാരണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? മുൻ നിയമിച്ചിരിക്കുകയാണ്. വിശുദ്ധിയിൽ നമ്മൾ മറ്റാരോടും അല്ല കമ്പയർ ചെയ്യേണ്ടത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എന്താണ്? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പൊ ഇത് പക്ഷെ നമ്മൾ അങ്ങനെ പറയത്തില്ല. എന്തുകൊണ്ട് പറയത്തില്ല? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ ബ്രദറെ? അല്ലേ? അതൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മൾ അവൻ്റെ പുത്രനോട് സാദൃശ്യരായിത്തീരുവാനും, ഇല്ലേ? അവൻ്റെ പുത്രൻ്റെ നിർമ്മലത, അവനോട് സദൃശ്യനായിക്കൊണ്ടാണ് നമ്മൾ, ഞാൻ ഇവിടെ ഇടയ്ക്കൊന്ന് പറഞ്ഞതാണ്, അവനോട് സദൃശ്യനായിക്കൊണ്ട് വേണം നമ്മൾ അവനെ എതിരേൽക്കാൻ. അല്ലാതെ പിശാചിനെ പോലെ മരിക്കുന്നത് വരെ ജീവിച്ചിട്ട് ചാകുന്നുടനെ പെട്ടെന്ന് നമ്മളങ്ങ് 1 മിനിറ്റ് കൊണ്ട് അവനെ പോലെ ആകുമെന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. കാര്യം അവനോട് സദൃശനായിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവനെ എതിരേൽക്കുമെന്നാണ് പറയേണ്ടത്. അവനോട് സദൃശനായിക്കൊണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ അവൻ്റെ അതേ പ്രതിമയായി, ആ ഭാഗങ്ങളൊക്കെയും വിശദമാക്കാനായിട്ട് നമുക്ക് സമയമില്ല. ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് മാത്രം ഞാൻ വായിക്കുക മാത്രം ചെയ്യണം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ ഓക്കെ, അതേ പ്രതിമയായി. ആ ഭാഗങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ടൈം ടു എക്സ്പ്ലെയിൻ ദോസ് തിങ്സ്. അതായത് കർത്താവ് ആത്മാവാകുന്നു, ഇല്ലേ? 17-ാം വാക്യത്തിൽ കർത്താവ് ആത്മാവാകുന്നു. 3-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി, റൈറ്റ് അല്ലേ? ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. when we live with the Holy Spirit, ആത്മാവാകുന്ന കർത്താവുമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഈ പെർഫെക്ഷൻ അറ്റൈൻ ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല. ഇത് ഒരു ദിവസം പോയി വില കൊടുത്ത് വാങ്ങിക്കുന്നതല്ല. ഒന്ന് പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ ഒരു ആത്മീയ ഗൃഹമായിട്ട് അവൻ പണിയുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. ആത്മീയ ഗൃഹമായിട്ട് അവൻ പണിയുന്നു. 4-ാം വാക്യത്തിൽ അവൻ്റെ അടുക്കൽ വന്നിട്ട്, മനുഷ്യർ തള്ളിയെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ കഴിപ്പാനും. അപ്പോൾ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ അവൻ്റെ, ഇതെങ്ങനെയാണെന്നറിയാം, ഇത് പകരപ്പെടുകയാണ്, ഇത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവൻ ജീവനും വിശുദ്ധിയും എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഇത് നമ്മൾ അവൻ്റെ ലൈക്ക് ഒരു ഇരുമ്പിൻ്റെ കഷണം മാഗ്നറ്റുമായിട്ട് സ്ഥിരമായിട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്? ആ ഇരുമ്പിൻ്റെ കഷണം മാഗ്നറ്റായി തീരുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു എന്ന മൂലക്കല്ല്, വിശുദ്ധമായ ആ മൂലക്കല്ലിനോട് നമ്മൾ ചേർന്നിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ഗ്രാജുവലി അവൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് അങ്ങ് വ്യാപിക്കുകയാണ്. അങ്ങനെ വ്യാപിക്കുകയാണ്. അന്നേരം മാഗ്നറ്റിൻ്റെ കൂടെ ഇരിക്കുന്ന ഇരുമ്പ് മാഗ്നറ്റായി മാറുന്നത് പോലെ വാട്ട് ഹാപ്പൻസ്? ആ വിശുദ്ധീകരണത്തിൽ നമ്മൾ പണിയപ്പെടുകയാണ്. വിശുദ്ധ ഒരു ആത്മീക ഗ്രഹം എന്ന നിലയിൽ നമ്മൾ പണിയപ്പെടുകയാണ്. എഫേസ്യ ലേഖനം ഒരു വാക്യം കൂടെ പെട്ടെന്ന് അങ്ങ് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് എങ്ങനെ വളരുന്നു? കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. വിശുദ്ധ മന്ദിരമായി. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഈ വാക്യങ്ങളൊക്കെ എഴുതിയിട്ടാൽ ഉള്ള പ്രയോജനം അതാണ്. വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അവിടെ യഹൂദന്മാരും യവനന്മാരും ഒരുമിച്ച് ചേരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നതെന്നറിയാമോ? എല്ലായിടത്തു നിന്നും വരുന്ന, അതായത് യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും
ജാതികളാണെങ്കിലും എല്ലാം എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് യേശുക്രിസ്തു എന്ന മൂലക്കല്ലിൽ വന്നിട്ട് യുക്തമായിട്ട് അവൻ ചേർത്തിട്ട് വിശുദ്ധ മന്ദിരമായിട്ട് പണിയുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഹൗസ്, ആത്മിക ഗ്രഹം എന്ന നിലയിലാണ് കാണുന്നത്. ഒരു ആത്മിക ഗ്രഹമായിട്ട് യുക്തമായിട്ട് വളരുന്നു. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധിയിൽ വളരുകയാണ്. അവനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അവനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോഴാണ് ആ വിശുദ്ധി നമ്മളിലേക്ക് പകർന്നു വരുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാ വാക്യങ്ങളും വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല, ഞാൻ ചില വാക്യങ്ങൾ മാത്രം വായിച്ചു പോവുകയാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. ഞാൻ ഒരു ഫിസിക്കൽ യൂണിയൻ ഒരു വ്യക്തിയുമായിട്ടുണ്ടാക്കുമ്പോൾ that person, they become one flesh. അവര് ഒരു ദേഹമായി തീരുന്നു. ബട്ട് ദാറ്റ് ഈസ് എ ഫിസിക്കൽ യൂണിയൻ. എന്നാൽ അടുത്തത് എന്താണ്? കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ശാരീരികമായ യൂണിയൻ ഉണ്ടാകുമ്പോൾ ഒരു ശരീരമാകുന്നുവെങ്കിൽ, യേശു കർത്താവുമായിട്ട് നമ്മൾ ആത്മികമായി സംയോഗത്തിൽ അല്ലെങ്കിൽ ആത്മിക ആ യൂണിയനിലേക്ക്, സ്പിരിച്വൽ യൂണിയനിലേക്ക് വരുമ്പോൾ വി ബിക്കം വൺ സ്പിരിറ്റ്. ഏക ആത്മാവായി തീരുന്നു. മറ്റെന്തായി തീരുന്നു? ഏക ശരീരം. ദാറ്റ് ഈസ് ഫിസിക്കൽ യൂണിയൻ ആൻഡ് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ യൂണിയൻ. കർത്താവുമായിട്ട് ഏക ആത്മാവാകുന്നു. എങ്ങനെയാണ്? എൻ്റെ സഹവാസത്താല. when I live with God, when I know Jesus deep within, ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ആത്മാവിൽ അവനുമായിട്ടുള്ള ഐക്യത ഉണ്ടാകുമ്പോൾ ഞാൻ അവനുമായിട്ട് ഏകാത്മാവായി തീരുകയാണ്. ഏകാത്മാവായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൊമ്പുകളും ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയുമാണ്, അല്ലേ? അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. ആ സ്പിരിച്വൽ യൂണിയൻ, ഒരു മിസ്റ്റിക്കൽ യൂണിയൻ, ആ യൂണിയൻ ഉണ്ടാകുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, അതിൻ്റെ ഫലം എന്താണ്? മുന്തിരി കായ്ച്ചെന്നാണ് പറയുന്നത്, അല്ലാതെ മുന്തിരിയുടെ കൊമ്പ് കായ്ച്ചെന്നല്ല നമ്മൾ പറയുന്നത്. ഫിസിക്കൽ യൂണിയൻ പോലെ ഉള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും. ആ സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുകയാണ്. ആത്മീകമായി നമ്മൾ ഒന്നായി തീരുകയാണ്. ആ ആത്മീകമായി ഒന്നായിത്തീരുന്നത് നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്തല്ല, ഇവിടെ വെച്ച്. സോ ഐ ലിവ് ഇൻ ഹിം, ഐ അബൈഡ് ഇൻ ഹിം ആൻഡ് ഹി അബൈഡ്സ് ഇൻ മീ. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്ന അവസ്ഥ, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന സ്പിരിച്വൽ യൂണിയൻ സ്വർഗത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ സ്വർഗത്തിൽ തന്നെയാണ്. കാരണം ഐ ഹാവ് ദാറ്റ് യൂണിയൻ വിത്ത് മൈ ഗാഡ്, ഇൻ മിസ്റ്റിക്കൽ യൂണിയൻ വിത്ത് ജീസസ്. വേറെ ഒന്നുമല്ല. ഇവിടെ ലോകത്തിലെ എല്ലാ നന്മകളും അനുഭവിക്കുന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്നാ നിരീശ്വരവാദിൽ പറയുമല്ലോ, കാശുള്ളവന് സ്വർഗം, കാശില്ലാത്തവന് നരകം. അതല്ല, കാശുള്ളവനാ നരകം, കാശില്ലാത്തവനല്ല നരകം. കാശുള്ളവനാ പലപ്പോഴും നരകം, അല്ലേ? റിച്ച് പീപ്പിൾ ഈറ്റ് വെൽ ആൻഡ് പുവർ പീപ്പിൾ സ്ലീപ്പ് വെൽ, അല്ലേ? കാശുള്ളവനാണ് പല സമയത്തുള്ളത്. പക്ഷേ ഇഫ് യു ആർ ഇൻ യൂണിയൻ വിത്ത് ജീസസ്, ഇഫ് യുവർ സ്പിരിറ്റ് ഈസ് ഓൾവേസ് in close association with Jesus, and if you feel that the enzymes of Jesus is coming into the branches, as the enzyme is coming to the branches, the life of Jesus is coming into your body, soul and spirit, then you are in spiritual union with Jesus. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ കണ്ടല്ലോ, ആദ്യത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, ആദ്യത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം എന്തായി? ജീവിപ്പിക്കുന്ന ആത്മാവ്, എ ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്, ആൻഡ് ഹി പംപ്സ് ലൈഫ് ഇൻ ടു മൈ ലൈഫ്. അവൻ എന്ത് ചെയ്യുന്നു? ജീവനെ എൻ്റെ ജീവനിലേക്ക് പമ്പ് ചെയ്യുകയാണ്. അതെങ്ങനെ പറ്റുന്നത്? ബിക്കോസ് ഐ ആം മിസ്റ്റിക്കലി യുണൈറ്റഡ് വിത്ത് ജീസസ്. അങ്ങനെ അവൻ്റെ വിശുദ്ധി എന്നിലേക്ക് വരുന്നത്. അല്ലാതെ എൻ്റെ സ്വയപരിശ്രമം കൊണ്ട് ഞാൻ എൻ്റെ വിൽ പവർ ഉപയോഗിച്ച് അത് ഞാൻ ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലൊക്കെ ഞാൻ ചെയ്യും. ബിക്കോസ് ഇത് ജഡമാണ്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. വിത്ത് മൈ ഓൺ പവർ, മൈ ഓൺ വിൽ പവർ, ഐ കനോട്ട് റെസിസ്റ്റ് ദി ടെംപ്റ്റേഷൻസ് ഓഫ് ദിസ് വേൾഡ്. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ഈ ഭൂമിയിലെ പ്രലോഭനങ്ങളോട്, പാപത്തിൻ്റെ പ്രലോഭനങ്ങളോട്, ഞാൻ പറഞ്ഞല്ലോ 3 ശത്രുക്കൾ നമുക്കുണ്ട്. എന്തൊക്കെയാണ്? ലോകം, ജഡം, പിശാച്.